നമസ്കാരം. നടൻ ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മേഘമകൾ എന്നതിലുപരി മീനാക്ഷി ദിലീപിന് വലിയ ജനപ്രീതിയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത്. ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞതിന് ശേഷമാണ് മീനാക്ഷിയെക്കുറിച്ചുള്ള വാർത്തകൾ വലിയ ചർച്ചയാവുന്നത്. അച്ഛന്റെയും അമ്മയുടെയും പാതയിലൂടെ മീനുട്ടി സിനിമയിലേക്ക് വരുമോ എന്നറിയാനായി കാത്തിരിക്കുകയാണ് ഇവരും. ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിന്ന മീനാക്ഷി അടുത്ത കാലത്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത്. വളരെ കുറച്ച് ഫോട്ടോസും വീഡിയോസുമാണ് താരപുത്ര അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുള്ളൂ. മാതാപിതാക്കളോളം തന്നെ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്ന പേരാണ് മഞ്ജു വാര്യരുടെയും ദിലീപിന്റെയും മകളായ മീനാക്ഷിയുടേത്. മഞ്ജു ദിലീപ് ബന്ധം പിരിഞ്ഞപ്പോൾ പിതാവിനൊപ്പം പോകാൻ തയ്യാറായി മീനാക്ഷി അന്ന് തന്നെ ആരാധകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. സാധാരണ പെൺമക്കൾ അമ്മയ്ക്കൊപ്പമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ തുടരാറുള്ളതെന്നും എന്തുകൊണ്ട് മീനാക്ഷി ദിലീപിനൊപ്പം പോകാൻ തീരുമാനിച്ചതെന്നും പലരും ചോദിച്ചിരുന്നു. മഞ്ജുവിനെ ഇത് പറഞ്ഞ് അധിക്ഷേപിക്കുന്നവർ ഇന്നും നിരവധിയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് മകളെ അച്ഛനൊപ്പം വിട്ടതെന്ന് മുൻപ് നടി തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. കാരണം അച്ഛനെ മകൾക്ക് എത്രമാത്രം ഇഷ്ടമാണെന്ന് തനിക്ക് അറിയാവുന്നതിനാണ് അച്ഛനൊപ്പം പോകുന്നതിൽ തനിക്ക് എതിർപ്പില്ലായിരുന്നുവെന്ന് നടി വ്യക്തമാക്കിയത്. മകൾക്ക് എപ്പോൾ വേണമെങ്കിലും തന്റെ അടുത്തേക്ക് വരാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നും മഞ്ജു മുൻപ് പറഞ്ഞതായി നടി ഭാഗ്യലക്ഷ്മിയും പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം മുതലാണ് വീണ്ടും ദിലീപും മഞ്ജു വാര്യരും മീനാക്ഷിയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയത്. അതിന് കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു താരപുത്രി മീനാക്ഷിയുടെ 26ാം പിറന്നാൾ. അച്ഛനൊപ്പം വിദേശയാത്രയിലാണ് മീനാക്ഷി എന്നാണ് പിറന്നാൾ ആഘോഷത്തിന്റെ ഫോട്ടോകളിൽ നിന്നും വ്യക്തമാവുന്നത്. മകൾക്കൊപ്പമുള്ള ലേറ്റസ്റ്റ് ഫോട്ടോകൾ ആരാധകർക്കായി ആദ്യം പങ്കിട്ടത് ദിലീപ് തന്നെയാണ്. 16ാം വയസ്സിൽ വിട്ടുപോകുന്നതാണെങ്കിലും മീനാക്ഷിയുടെ ഏത് സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് വന്നാലും സ്നേഹം അറിയിച്ച് ആദ്യം എത്തുന്നവരിൽ അമ്മ മഞ്ജു വാര്യരും ഉണ്ടാവാറുണ്ട്. ദിലീപിനൊപ്പമുള്ള ഫോട്ടോയായതുകൊണ്ടാകണം ആ ഫോട്ടോ കണ്ടില്ലെന്ന് മഞ്ജു നടിച്ചത്. ഒരു സമയത്ത് മീനാക്ഷി മഞ്ജുവിനെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആരാധകർ ഇക്കാര്യം ശ്രദ്ധിക്കുകയും സ്ക്രീൻഷോട്ടുകൾ വൈറലാവുകയും ചെയ്തതോടെ താരപുത്രി അമ്മയെ അൺഫോളോ ചെയ്തു. വേർപിരിയാതെ ഇപ്പോഴും ഒരുമിച്ച് കഴിയുകയായിരുന്നുവെങ്കിൽ മലയാള സിനിമയിലെ പവർ കപ്പിളായി മഞ്ജുവും ദിലീപും മാറുമായിരുന്നു. വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിന് മുമ്പും ശേഷവും ചില അഭിമുഖങ്ങളിൽ മഞ്ജുവിനെക്കുറിച്ച് ദാമ്പത്യത്തെക്കുറിച്ചും ദിലീപ് സംസാരിച്ചിരുന്നു. ആ വീഡിയോകളാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ആദ്യത്തേത് വർഷങ്ങൾക്ക് മുൻപ് രേഖാ മേനോന് ദിലീപ് നൽകിയ അഭിമുഖമാണ്. പരോക്ഷമായി മഞ്ജുവിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ആ അഭിമുഖത്തിൽ ഉടനീളം ദിലീപ് സംസാരിച്ചത്. സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയല്ലേ, ലൈവിലായിട്ട് വിട്ട ശേഷമുള്ള മഞ്ജുവിന്റെ ലൈഫ് എങ്ങനെയാണ്, ബിസി ലൈഫ് ആണോ എന്നാണ് അവതാരക ചോദിച്ചത്. മഞ്ജുവിന് കുഴപ്പമൊന്നുമില്ല, നന്നായി തന്നെ പോകുന്നു. മഞ്ജു എൻ്റെ നല്ല സുഹൃത്താണ്, നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും തരില്ല. ചില സമയത്ത് ഞാൻ ഏതാണ് സിനിമ ചെയ്യുന്നതെന്ന് പോലും ചോദിക്കാറില്ല, എന്ത് ചെയ്യുന്നു എവിടെയാണ് എന്നൊന്നും ചോദിക്കാറില്ല. മഞ്ജു എപ്പോഴും ബിസിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാര്യം ഞാൻ ചെല്ലുമ്പോഴൊക്കെ അവൾ ഭയങ്കര ബിസിയാണെന്നാണ് ദിലീപ് പറഞ്ഞത്. നടിയുടെ വിശേഷങ്ങളൊന്നും തന്നെ പങ്കുവയ്ക്കാൻ താല്പര്യമില്ലാത്ത ശരീരഭാഷയും ദിലീപിൽ പ്രകടമായിരുന്നു. ഡിവോഴ്സ് കേസ് നടക്കുമ്പോൾ രഹസ്യ വിചാരണ മതിയെന്നത് താനാണ് ആവശ്യപ്പെട്ടതെന്ന് വിവാഹമോചന ശേഷം ഒരു അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞിരുന്നു. തന്നെ വേദനിപ്പിച്ചവർ നിരവധി ഉണ്ടെന്നല്ലാതെ താൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ലെന്നാണ് അന്ന് ദിലീപ് പറഞ്ഞ മറ്റൊരു കാര്യം. വളരെ സന്തോഷകരമായ ഒരു ജീവിതം തന്നെയായിരുന്നു ഞങ്ങളുടേത്. പക്ഷെ അതിനിടയിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. എൻ്റെ കുടുംബജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ വിശദമായ കാര്യങ്ങൾ 2013 ജൂൺ 5-ാം തീയതി ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഉണ്ട്. അതിന് ഡിവോഴ്സ് പെറ്റീഷൻ എന്നല്ല, എൻ്റെ കുടുംബ ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഞങ്ങളുടെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ വിവാഹമോചനം രഹസ്യ വിചാരണയിൽ നടന്നാൽ മതിയെന്നത് കൂടി ഞാൻ പെറ്റീഷനൊപ്പം പറഞ്ഞിരുന്നു. ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല, എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഓരോ ആളുകൾ എന്നാണ് നടൻ പറഞ്ഞത്. മകൾക്ക് ഏറ്റവും പ്രിയം അച്ഛനാണെന്നത് അറിയാവുന്നത് കൊണ്ടാണ് മഞ്ജു മീനാക്ഷിയെ വിട്ടു കിട്ടാൻ വാശി പിടിക്കാതിരുന്നത്. ജീവനാംശവും കൈപ്പറ്റിയിരുന്നില്ല. ഡിവോഴ്സിന് ശേഷം സിനിമയിലേക്ക് തിരികെ എത്തിയ മഞ്ജു ഇന്ന് തന്റെ സ്വപ്നങ്ങൾക്കും സന്തോഷങ്ങൾക്കും പിന്നാലെയാണ്. പഠനം പൂർത്തിയാക്കിയ മീനാക്ഷി ഡോക്ടറായി ജോലി ചെയ്തു തുടങ്ങി. ഉർവശിയും മകളും ഒരുമിച്ചതുപോലെ മഞ്ജു മീനാക്ഷിയും തമ്മിലുള്ള യൂണിയൻ താരകുടുംബത്തിന്റെ ആരാധകരുടെ സ്വപ്നവുമാണ്. എന്തായാലും വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയും മഞ്ജുവിനൊപ്പം പ്രേക്ഷകർ കണ്ടിട്ടില്ല. ദിലീപിന്റെ ഇപ്പോഴത്തെ ഭാര്യയും നടിയുമായ കാവ്യമാധവനൊപ്പം പലപ്പോഴും മീനാക്ഷി പൊതുയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് താനും. കാവ്യയ്ക്കൊപ്പവും ദിലീപിനൊപ്പവുമുള്ള നിരവധി ചിത്രങ്ങളും മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുമുണ്ട്. മീനാക്ഷിയുടെ കാര്യങ്ങൾ ദിലീപുമായി സംസാരിക്കാറുണ്ടെന്ന് ഒരിക്കൽ മഞ്ജു പറഞ്ഞിരുന്നു. നടിയുടെ കേസിൽ ദിലീപിന്റെ ഫോൺ പോലീസ് പരിശോധിക്കുന്നതിനെ ദിലീപ് എതിർത്തിരുന്നു. അന്ന് ദിലീപ് പറഞ്ഞ കാര്യം താനും മഞ്ജുവും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണങ്ങളടക്കം ഫോണിൽ ഉണ്ടായിരുന്നെന്നാണ്. എന്നാൽ മകളുടെ കാര്യം മാത്രമാണ് സംസാരിച്ചതെന്നായിരുന്നു മഞ്ജു പറഞ്ഞത്. എന്തായാലും മകളോട് ഇപ്പോഴും പരസ്യമായി സ്നേഹം പ്രകടിപ്പിക്കാൻ മഞ്ജു മടിക്കാറില്ല. മകളുടെ ഓരോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനും സ്നേഹം പങ്കിട്ട് മഞ്ജു എത്താറുണ്ട്. എന്നാൽ മീനാക്ഷിയുടെ പുതിയ ചിത്രത്തിന് മഞ്ജുവിന്റെ ലൈക്കും ഇല്ല. മീനാക്ഷിക്ക് പിറന്നാൾ ആശംസിച്ച് ദിലീപ് പങ്കിട്ട ചിത്രം മീനാക്ഷിയെയും ടാഗ് ചെയ്തുകൊണ്ടാണ് ഇട്ടത്. എന്നാൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇതിനോട് മഞ്ജു നടത്തിയിട്ടില്ല.
പോസ്റ്റിന് താഴെ ആരാധകർ കമന്റുമായി എത്തി. എല്ലാവരും അച്ഛൻ മകൾ ബന്ധത്തെ പുകഴ്ത്തുകയാണ്. എന്നാൽ ചിലർക്ക് അറിയേണ്ടിയിരുന്നത് മഞ്ജു വാര്യർ മകൾക്ക് പിറന്നാൾ ആശംസിച്ചോ എന്നാണ്. എന്തായാലും മീനാക്ഷിയും ദിലീപുമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്തെടുത്തു കഴിഞ്ഞു. ഡോക്ടറായ മീനാക്ഷി ഇപ്പോൾ ആസ്ട്രൽ ഡെർമറ്റോളജി വിഭാഗത്തിലാണ് ജോലി ചെയ്തു വരുന്നത്. മകളെ ഡോക്ടറാക്കുക എന്നത് തന്റെ വലിയ ആഗ്രഹമായിരുന്നുവെന്ന് മുൻപ് ദിലീപ് പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം പിറന്നാൾ ആഘോഷ മീനാക്ഷിക്ക് നിരവധി പേർ ആശംസകൾ അറിയിച്ചിരുന്നു. പിറന്നാൾ ദിനത്തിൽ മീനാക്ഷിയുടെ കുടുംബസമേതമുള്ള ഫോട്ടോ പുറത്തു വരാറുണ്ട്. അച്ഛൻ ദിലീപിനും രണ്ടാനമ്മ കാവ്യമാധവനും ഏറ്റവും പ്രിയപ്പെട്ടവളാണ് മീനാക്ഷി ദിലീപ്. ദിലീപിന്റെ ജീവിതത്തിലേക്ക് കാവ്യമാധവൻ കടന്നു വന്നപ്പോൾ ഏവരും ചർച്ചയാക്കിയത് ദിലീപിന്റെ ആദ്യ വിവാഹബന്ധത്തിലെ മകളായ മീനാക്ഷിയെ കുറിച്ച് തന്നെയായിരുന്നു. കാവ്യയും ദിലീപും വിവാഹം ചെയ്യുമ്പോൾ മീനാക്ഷിക്ക് 15 വയസ്സാണ് പ്രായം. തന്റെ മകൾക്ക് അമ്മയുടെ സ്ഥാനത്തല്ല കാവ്യെന്ന് ദിലീപ് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുൻഗണന എൻ്റെ മകൾക്കാണ്. അവളെ നോക്കുന്ന, ഉൾക്കൊള്ളുന്ന, അറിയാവുന്ന ഒരാൾക്കല്ലാതെ ആ കമ്മ്യൂണിക്കേഷൻ ശരിയാവില്ല. പിന്നെ അത് എൻ്റെ ഏറ്റവും വലിയ തലവേദനയാകും. നാളെ മുതൽ മീനാക്ഷിയുടെ അമ്മയാകണമെന്നല്ല, കാവ്യയ്ക്ക് ഒരിക്കലും ഇത്രയും വലിയ കുട്ടിയുടെ അമ്മയാകാനും പറ്റില്ല. മീനുട്ടിക്ക് ഇനിയൊരു അമ്മയെ ഉൾക്കൊള്ളാനും പറ്റില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. 2 സുഹൃത്തുക്കൾ എന്ന നിലയിലാണ് കല്യാണം ആലോചിച്ചതെന്നും ദിലീപ് അന്ന് പറഞ്ഞു. കാവ്യ വിവാഹം ചെയ്യുന്ന കാര്യം മകളോട് പറഞ്ഞപ്പോഴുള്ള പ്രതികരണത്തെക്കുറിച്ചും ദിലീപ് സംസാരിച്ചു. മതിയായില്ലേ എന്നാണ് മകൾ ആദ്യം ചോദിച്ചത്. എനിക്ക് പരിചയമുള്ള ആളല്ലേ, എനിക്ക് ഇഷ്ടമാണച്ച എന്നാണ് മീനാക്ഷി പറഞ്ഞതെന്നും ദിലീപ് അന്ന് പറഞ്ഞു. അതേസമയം മഞ്ജു വാര്യർക്ക് വേർപിരിയൽ എന്ന തീരുമാനം വേദനാജനകമായിരുന്നു. അമ്മയ്ക്കൊപ്പം മഞ്ജുവല്ല മകളെ കൂടെ കൂട്ടാതിരുന്നത്. വരുന്നില്ലെന്ന് മകൾ ഉറപ്പിച്ചു പറയുകയായിരുന്നെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഒരിക്കൽ പറഞ്ഞത്. മീനാക്ഷി ജനിച്ചപ്പോൾ മുതൽ കണ്ടിരുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്ന അമ്മയാണ്. അച്ഛനാവട്ടെ ആ സമയത്ത് വലിയ താരം. ലോകം മുഴുവൻ അച്ഛന് ആരാധകർ. അവളെ സംബന്ധിച്ച് അച്ഛനായിരുന്നു ഹീറോ. പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന അച്ഛനായിരിക്കും അവളുടെ ഹീറോ എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. അതേസമയം സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്ന ശേഷം മഞ്ജു വാര്യർ പഴയ താരപദവി വീണ്ടെടുത്തു. ഇന്ന് ദിലീപിനേക്കാൾ വലിയ താരമാണ് മഞ്ജു വാര്യർ. തുടരെ പരാജയങ്ങളുമായി മോശം സമയത്താണ് കരിയറിൽ ദിലീപുള്ളത്. ഒടുവിൽ പുറത്തിറങ്ങിയ ബബ്ബയും പരാജയപ്പെട്ടു. എന്നാൽ മഞ്ജു വാര്യർ തമിഴിലും മലയാളത്തിലും തിരക്കേറിയ താരമാണെന്ന്. മലയാളത്തിൽ ഒടുവിൽ പുറത്തിറങ്ങിയ എമ്പുരാൻ വലിയ വിജയമായി. വരാനിരിക്കുന്നതും വലിയ സിനിമകളാണ്. സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് മഞ്ജു വാര്യർ എവിടെയും സംസാരിക്കാറില്ല. മഞ്ജുവിനൊപ്പം മകൾ പോകണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. അതേസമയം മൂവി പ്രൊമോഷന്റെ ഭാഗമായി അഭിമുഖങ്ങൾ നൽകുന്ന ദിലീപിന്റെ വീഡിയോസും അടുത്തിടെ വൈറലായിരുന്നു. മക്കളെക്കുറിച്ച് പലപ്പോഴും വാചാലനാകുന്ന ദിലീപ് മകൾ മീനാക്ഷിയുടെ വിശേഷങ്ങളും പങ്കിട്ടിരുന്നു. ഇതിനിടയിലാണ് ദിലീപിന്റെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിനെ കുറിച്ചുകൂടി ചർച്ചകൾ നടന്നത്. കുടുംബ വിശേഷങ്ങൾ, സ്വകാര്യ നിമിഷങ്ങളൊന്നും ദിലീപ് അങ്ങനെ പങ്കിടുന്നത് കുറവാണ്. എങ്കിലും ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ മകൾ മീനാക്ഷിക്കും ഭാര്യ കാവ്യമാധവനും മുകളിലാണ് ദിലീപ്. 630 പോസ്റ്റാണ് ദിലീപ് ഇന്ന് വരെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. 658K ഫോളോവേഴ്സാണ് ദിലീപിനുള്ളത്. എന്നാൽ 5 പേരെ മാത്രമാണ് ദിലീപ് ഫോളോ ചെയ്യുന്നത്. അതൊന്ന് കാവ്യയും 2 മീനാക്ഷിയുമാണ്. ബാക്കിയുള്ള 3 പേര് വ്യക്തികളല്ല, പേജസിനെയാണ് ദിലീപ് ഫോളോ ചെയ്യുന്നത്. ദിലീപിന് മറ്റാരും വേണ്ട, ആ 2 പേർ മാത്രം മതിയെന്നാണ് തോന്നുന്നത്. ഭാര്യയും മകളും അതാണ് ഈ ഫോളോവേഴ്സ് ലിസ്റ്റ് ഇത്രയും ചെറുതായി പോയതെന്നാണ് ഫാൻസ് പറയുന്നത്. മകളുടെ MBBS പഠനത്തെക്കുറിച്ചും അടുത്തിടെ ദിലീപ് പറഞ്ഞിരുന്നു. മകൾ പഠനം പൂർത്തിയാക്കി ആസ്റ്ററിൽ ജോലിക്ക് കയറിയെന്നാണ് താരം പറഞ്ഞത്. വീട്ടിൽ സ്ഥിരവരുമാനമുള്ളത് മകൾക്കാണെന്നും ദിലീപ് പറഞ്ഞിരുന്നു. പഠനം കഴിഞ്ഞ് 26 വയസ്സായി. മകളുടെ വിവാഹം എന്ന് എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നുമുണ്ട് ദിലീപിനോട്.